ഹലോ ഡിയേഴ്സ്, ഇന്ന് ചെറിയൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പിൻ്റെ താഴെ ഭാഗം കണ്ടോ, ലൈനിങ് നല്ല മെറ്റീരിയൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ആ ഗ്യാപ്പ് അത് ചില ടോപ്സിന് വളരെ കൂടുതലായിട്ടൊരു 3 ഇഞ്ച് 4 ഇഞ്ച് ഗ്യാപ്പായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിനെ ഇങ്ങനെ കുറച്ചെടുക്കാൻ വൃത്തികേടില്ലാത്ത രീതിയിൽ നിന്നാണ് കാണിച്ചു തരുന്നത്. ലൈനിങ്ങിനുള്ള മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്നത് വെട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്ക് അളവ് ടോപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അളവ് ടോപ്പ് എടുത്ത് വെച്ചതിന് ശേഷം അവിടെ നമുക്ക് ഇനി എത്ര മെറ്റീരിയലും കൂടി കൊടുത്താലാണ് കറക്റ്റ് അളവിലേക്ക് ചെയ്തെടുക്കാൻ പറ്റാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെറിയൊരു പീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് അതിൻ്റെ താഴത്തെ ഒരു പോർഷൻ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ, ആ പീസിനെ നമ്മൾ സെൽവെജുള്ള പീസാണ്. സെൽവെജ് എന്ന് പറയുമ്പോൾ ആ അരിക് കട്ടിയുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പീസാണ് താഴെ മേലെയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിനെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിൽ നമുക്ക് ഉള്ളിൽ ലൈനിങ് കെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ പീസിനെ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ലൈനിങ്ങിലേക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് ആവശ്യമായ അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ നല്ല മെറ്റീരിയൽ ഈ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുത്ത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ടോപ്പിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ടോപ്പിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താന്ന് കാണുന്നുണ്ടോ? അത് നമുക്ക് നല്ല സൈഡിൽ നോക്കുമ്പോൾ ഒട്ടും തന്നെ കാണാനില്ല, മറച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റിച്ച് അവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഷോൾഡർ സൈഡിലാവുമ്പോൾ നമ്മൾ ഷോളൊക്കെ ഇട്ട് മറഞ്ഞു പോകുന്ന ഒരു ഭാഗത്തേക്കാണ് ഈ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ താഴേക്ക് സ്റ്റിച്ചായിട്ട് എക്സ്ട്രാ ഒരു സ്റ്റിച്ചായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എടുത്ത് കാണിക്കും. പക്ഷേ ഇത് നമ്മൾ മേലെ ഷോൾഡറിൻ്റെ പോർഷനിലേക്കായിട്ട് ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുത്തപ്പോൾ അത് ഒട്ടും തന്നെ വൃത്തികേടില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയായിട്ടാണ് നമ്മളിതിനെ സ്റ്റിച്ചിങ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുള്ളതെന്ന്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കാം കേട്ടോ. ബൈ.